ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു എക്സോറ ക്യാപിറ്റൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ബ്രേക്ക് ഡൗൺ വീഡിയോ ആയിട്ടാണ്. നമ്മൾ ഇന്നലെ എടുത്ത ട്രേഡ്, അതായത് എക്സാക്ട്ലി ഡേറ്റ് പറയുകയാണെങ്കിൽ 16-ാം തീയതി മൺഡേ എടുത്ത ഒരു ട്രേഡിൻ്റെ ബ്രേക്ക് ഡൗൺ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ലണ്ടൻ സെഷനിലായിരുന്നു ആ ട്രേഡ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമുക്കതൊന്ന് നോക്കാം, ഒന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ മന്ത്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രീവിയസ്ലി എല്ലാം ഈ ഒരു സിനാരിയോ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഹോൾഡ് ചെയ്യുന്ന ഒരു മന്ത്ലി FEG, മന്ത്ലി OBയിലാണ് മാർക്കറ്റ്, അതായത് ഹോൾഡ് ചെയ്തുകൊണ്ട് ഇപ്പോഴും നിൽക്കുന്ന ആ ഒരു ഏരിയ പ്രീമിയം. ജസ്റ്റ് നമുക്ക് വീക്ക്ലിയിലോട്ടൊന്ന് നോക്കാം. വീക്ക്ലിയിലും നോക്കിക്കഴിഞ്ഞാൽ സെയിം ആ ഒരു ഏരിയ തന്നെയാണ് ഇപ്പോഴും മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നത്. വീക്ക്ലി നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു റിജക്ഷൻ ക്യാൻഡിൽ നമുക്കിവിടെ കാണാം. ഓൾറെഡി ഒരു ഏരിയ എന്ന് വന്നിട്ട് മാർക്കറ്റ് റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. മന്ത്ലി FEG, OB ആ ഒരു ഭാഗം, അതായത് ഒരു സെല്ലേഴ്സിൻ്റെ ഏരിയ ആണ് ഇവിടെ. അപ്പോൾ ഈ ഒരു രണ്ട് സൈഡിലെ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പം നമുക്ക് അടുത്തൊരു ആൻറ്റിസിപ്പേഷനായിട്ട് ഈ ഒരു ഏരിയയിലോട്ട് മാർക്കറ്റ് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് എപ്പോഴും മാർക്കറ്റ് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു ലിക്വിഡിറ്റി എടുത്തു, അടുത്ത ലിക്വിഡിറ്റി ഇതായിരിക്കും, ഇവിടെ മാർക്കറ്റ് വരണമെന്ന് നമുക്ക് ഒരിക്കലും വാശി പിടിക്കാൻ പറ്റില്ല. നമ്മുടെ ഒരു ആൻറ്റിസിപ്പേഷനാണ് മാർക്കറ്റ് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു, അതുപോലെ നമ്മുടെ കോൺഫിഡൻസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ട്രേഡ്, അതായത് കോൺഫിഡൻസിൻ്റെ ആ ഒരു ഇതിലാണ് നമ്മൾ ട്രേഡ് എപ്പോഴും എക്സിക്യൂട്ട് ചെയ്ത് പോകുന്നത്. അപ്പം ആ ഒരു സിനാരിയോ വെച്ച് നോക്കുകയാണെങ്കിൽ വീക്കിലിയിലും സെയിം, അതായത് ആ പ്രീമിയം ഏരിയ ഹോൾഡ് ചെയ്യുന്നു, ലിക്വിഡിറ്റീസ് ടേക്ക് ഔട്ട് ചെയ്തു, ഒന്നെങ്കിൽ ഈ ഒരു ഏരിയയിലോട്ട് വരാം, അല്ലെങ്കിൽ ഈ ഒരു ഡീലിംഗ് റേഞ്ച് മാർക്കറ്റ് റീബാലൻസ് ചെയ്യാം. അതായിരിക്കണം നമ്മുടെ ആ ഒരു ആൻറ്റിസിപ്പേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഡെയിലിയിൽ നോക്കുവാണെങ്കിൽ സെയിം, ഇവിടുന്ന് ഒരു ഇമ്പൾസീവ് മൂവ്മെൻറ്റ് വന്നിരുന്നു, മാർക്കറ്റ് ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്തു, ആ ഒരു സെല്ലേഴ്സിൻ്റെ ഏരിയയിൽ വന്നിട്ടാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെയും കൂടെ ഡീലിംഗ് റേഞ്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഉണ്ടാക്കിയ ആ ഒരു മൂവ്മെൻറ്റ് സ്ട്രക്ചർ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നത് ആ ഒരു പ്രീമിയം ഏരിയ തന്നെയാണ്. അപ്പോൾ മുമ്പേ പറഞ്ഞ പോലെ നമുക്കൊരിക്കലും ഈ ഒരു ഇവിടുത്തെ ലിക്വിഡിറ്റി എല്ലാം എടുത്തത് കൊണ്ട് ഇങ്ങോട്ട് വരണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളതൊരു പ്രതീക്ഷിക്കുന്നതാണ്. അല്ലെങ്കിൽ ഈ ഒരു പ്രീമിയം ഏരിയയിൽ നിന്ന് മാറി റീബാലൻസ് ചെയ്ത് മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോകാം. പക്ഷേ മാർക്കറ്റിൻ്റെ കൂടെ വേണം നമ്മളെപ്പോഴും സഞ്ചരിക്കാൻ. നമുക്കൊരിക്കലും ഇങ്ങോട്ട് വരണം അല്ലെങ്കിൽ വാശി പിടിച്ച് നമ്മൾ അങ്ങനെ ട്രേഡുകൾ എടുത്ത് പോവുകയും ചെയ്യരുത്. നമുക്ക് ആ ഒരു ഹയർ ടൈം ഫ്രെയിം അനാലിസിസും കാര്യങ്ങളും നടത്തി അതിൻ്റെ കോൺഫിഡൻസും കാര്യങ്ങളും വെച്ചായിരിക്കണം നമ്മൾ ട്രേഡും കാര്യങ്ങളും എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അടുത്ത നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു ക്യാൻഡിൽ, ഇതൊരു CRT ക്യാൻഡിൽ അല്ലേ? നിങ്ങളിത് ഐഡൻറ്റിഫൈ ചെയ്ത് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊരു CRT ക്യാൻഡിലായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു സെല്ലേഴ്സിൻ്റെ ഏരിയയിലാണ് നിൽക്കുന്നത്. കറക്റ്റ് നമ്മുടെ ആ ഒരു ഡെയിലി CRT, അതായത് ആ ക്യാൻഡിലിൽ അടുത്ത ഡെയിലി ക്യാൻഡിൽ വന്ന് പർജ് ചെയ്തു, അതായത് ഇവിടെ ഒരു ടർട്ടിൽ സൂപ്പ് തന്നിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ ഒരു ഷോർട്ട് ടൈം ലിക്വിഡിറ്റി ആയിട്ട് ഇത് മാർക്ക് ചെയ്യാം. അതായത് ഈ ഒരു ക്യാൻഡിൽ എടുത്തു കഴിഞ്ഞാൽ ഇത് CRT ഹൈ, CRT ലോ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു മൂവ്മെൻറ്റ് ഇവിടെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. കറക്റ്റായിട്ട് നമുക്ക് ടർട്ടിൽ സൂപ്പും കാര്യങ്ങളും എല്ലാം ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയും കൂടി ഒരു കോൺഫിഡൻസ് എടുത്തിട്ടാണ് ഞാൻ ട്രേഡ് നോക്കിയത്. അപ്പോൾ ജസ്റ്റ് പ്രീവിയസ് ഡേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു SMDയും കാര്യങ്ങളും ഫോം ആയിട്ടുമുണ്ട്. ഒക്കെ നോക്കാം. അപ്പം ഈ ഒരു ക്യാൻഡിൽ, അതായത് നമ്മൾ GU ആയിട്ട് ചെക്ക് ചെയ്തപ്പോഴത്തേക്കിന് വ്യക്തമായിട്ട്, അതായത് GU പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഹൈ പർജ് ചെയ്തിട്ടാണ് ഇറങ്ങുന്നത്. അതായത് ഈ ഒരു CRT ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ ഓൾറെഡി ഹൈ പർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. EU നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഫെയിലായിട്ടുണ്ട്. ആ ഒരു ഹൈ പർജ് ചെയ്യാതെ ഫെയിലായിട്ടാണ് EU ഇറങ്ങുന്നത്. അപ്പോൾ അവിടെ ഒരു കോൺഫിഡൻസ് കൂടെ ആയി. പിന്നീട് 4 hour ടൈം ഫ്രെയിമിൽ വന്നു. നമ്മൾ 4 hourൽ നോക്കിക്കഴിഞ്ഞാൽ ആ SMD ഫോമായി നിൽക്കുന്നു. ഓക്കെ, പ്രത്യേകിച്ച് നമുക്കിവിടെ അങ്ങനെ കീ ലെവലോ കാര്യങ്ങളോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ നമുക്കറിയാം ഓൾറെഡി ഒരു ഡെയിലി CRT റണ്ണിങ് ആണ്. നല്ല രീതിയിൽ മാർക്കറ്റ് അത് മൂവ് ചെയ്യുന്നതുകൊണ്ട് അടുത്ത ലിക്വിഡിറ്റി പോയിന്റ് ഇതായിരിക്കാം. ആ ഒരു എക്സ്പെക്റ്റേഷനിലാണ് നമ്മൾ ട്രേഡ് നോക്കുന്നത്. ഓൾറെഡി നമുക്ക് SMDയും കാര്യങ്ങളെല്ലാം ഫോം ആയിട്ടുമുണ്ട്. പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെപ്പോഴും ട്രേഡ് എടുക്കുന്നത് ഒരു കീ ടൈമിലായിരിക്കണം. ഇപ്പം ഒരു സെറ്റപ്പ്, ഇപ്പം നമുക്ക് ഇവിടെ ഓൾറെഡി ടർട്ടിൽ സൂപ്പൊക്കെ കിട്ടി നല്ലൊരു സെറ്റപ്പ് ഫോം ചെയ്താലും, ഇപ്പോൾ അതൊരു ഏഷ്യൻ സെഷനിലാണെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യുവാണ്. ലണ്ടൻ സെഷനിലോട്ട് ആ ഒരു ട്രേഡ് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. പക്ഷേ അത് ഓൾറെഡി അതിന് മുമ്പേ അത് ഫോമായി ട്രേഡ് എക്സിക്യൂട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ആ ട്രേഡ് പുഷ് ചെയ്യാറില്ല. ഞാൻ എൻ്റെ കീ ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ഇൻ കേസ് അതിന് മുമ്പ് ഏഷ്യൻ ടൈമിലൊക്കെയാണ് ആ ട്രേഡ്
എക്സിക്യൂട്ടായി പോകുന്നതെങ്കിൽ ഞാൻ ആ ട്രേഡ് അവോയ്ഡ് ചെയ്യും. എന്നുവെച്ചാൽ ആ ട്രേഡ് പൊക്കോട്ടെ എന്ന് വിചാരിക്കും. എന്നുവെച്ചാൽ നമ്മളെപ്പോഴും നമ്മുടെ ആ ഒരു ഇത് ഫോളോ ചെയ്യുക. 1 hour ടൈം ഫ്രെയിമിലാണ് ഞാൻ ജസ്റ്റ് നോക്കിയത്. ഇവിടെ എന്തെങ്കിലും ട്രേഡ് കിട്ടുമോ ഇല്ലയോ എന്നറിയാൻ. പക്ഷേ ഓൾറെഡി നമുക്കറിയാം ഈ ഒരു മൂവ്മെൻറ്റ് താഴോട്ട് പോകും എന്നുള്ളത്. SMD ഉണ്ട്. അതുപോലെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കി ഇവിടെ ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു മാർക്കറ്റ്. ഒരു റേഞ്ചിങ്ങിലായിരുന്നു. അപ്പോൾ ഈ ഒരു ഹൈ എന്ന് പറയുന്നത്, ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ എന്ന് പറയുന്നത് ഇത് ഏഷ്യൻ സെഷൻ ആയിരുന്നു. ഏഷ്യൻ സെഷൻ്റെ ഹൈ ആയിരുന്നു. അപ്പം ഞാൻ വെയിറ്റ് ചെയ്തത് ഒന്നെങ്കിൽ ഈ ഒരു ഹൈ സ്വീപ്പ് ചെയ്താൽ, അല്ലെങ്കിൽ അത് പർജ് ചെയ്ത് മൂവ് ചെയ്യുവാണെങ്കിൽ ഞാനിവിടെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ളൊരു നിഗമനത്തിൽ ഞാൻ എത്തിയിരുന്നു. ഇനി അതല്ല, ഇവിടെ ആ പർജ് നടക്കുന്നില്ല, അതിന് മുകളിൽ തന്നെ, അതായത് ഈ ഒരു ക്യാൻഡിൽ പർജ് ചെയ്യാതാണ് താഴോട്ട് പോയിരുന്നെങ്കിൽ ഇവിടെ ഞാൻ ട്രേഡ് എടുക്കില്ലായിരുന്നു. താഴോട്ട് പോയാലും ഞാൻ ആ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തു. അപ്പോൾ എൻ്റെ മൈൻഡിൽ ഓൾറെഡി ഞാൻ സെറ്റ് ചെയ്തു, ഇത്രയും കോൺഫിഡൻസ് എനിക്കുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു പർജ് നടക്കുവാണെങ്കിൽ ഞാൻ ആ ട്രേഡ് എടുക്കും. പർജ് നടന്നിട്ട് ട്രേഡ് എടുത്തിട്ട് SL ആണെങ്കിൽ ഓക്കെ, ഞാനത് അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ അത് പർജ് നടന്നാൽ മാത്രമേ ഞാൻ ആ ട്രേഡ് എടുക്കുകയുള്ളൂ എന്ന് ഞാൻ അവിടെ മൈൻഡിൽ പറഞ്ഞ് ശക്തമായിട്ട് ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം. ഞാൻ ട്രേഡ് എടുക്കുന്നത് 15 മിനിറ്റ്സിലാണ്. നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു ക്യാൻഡിൽ, അതായത് ഈ ഏഷ്യൻ സെഷൻ്റെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തത് 1:30 PM കറക്റ്റ് നമ്മുടെ ലണ്ടൻ ഓപ്പണിംഗ് ടൈമിൽ തന്നെ അത് പർജ് ചെയ്തിട്ടാണ് ഇറങ്ങുന്നത്. അപ്പം ഞാനിത് OB ആയിട്ട് മാർക്ക് ചെയ്തു. അതായത് നമ്മുടെ ഈ 15 മിനിറ്റ്സിലാണ് ഞാൻ എൻട്രി എടുക്കുന്നത്. അപ്പോൾ 15 മിനിറ്റ്സിൽ OB മാർക്ക് ചെയ്തു. ഈ ഒരു പർജ് ചെയ്ത് ഇറങ്ങിയ സമയത്ത് ഞാനിവിടെ എൻ്റെ ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്തിരുന്നു, ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ. നമുക്ക് നോക്കാം. ഈ ഭാഗത്ത്, അതായത് ഞാൻ ലിമിറ്റ് ഓർഡർ ഇട്ടിരുന്നു, ഇവിടെയാണ് ഞാൻ എൻട്രി എടുത്തിരുന്നത് ഈ ഒരു ക്യാൻഡിലിൽ. ഞാൻ എൻ്റെ SL ഈ ഒരു ടർട്ടിൽ സോപ്പിൻ്റെ മുകളിൽ വെച്ചു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും ഞാൻ എയിം ചെയ്യുന്നത് 1:3 ആണ്. അതായത് ഒരു ട്രേഡിൽ, ഇപ്പോൾ ഒരു CRT ആണെങ്കിലും അല്ലെങ്കിൽ ICT കോൺസെപ്റ്റ് പ്രകാരം ഒരു ട്രേഡ് എടുത്താലും ഞാൻ എനിക്ക് 1:3 നോക്കും. 3 ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ആ ട്രേഡ് എടുക്കാറുള്ളൂ. അപ്പോൾ നമ്മുടെ ലിക്വിഡിറ്റി, അടുത്ത ലിക്വിഡിറ്റി പോയിൻ്റ് ഇതാണല്ലോ, ഈ ഒരു PDL ആണല്ലോ. പക്ഷേ 1:3 എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ എനിക്ക് കിട്ടി. ഞാൻ എപ്പോഴും ആ ഒരു രീതിയിൽ തന്നെയാണ് ട്രേഡ് എടുക്കാറ്. 1:3 ഉണ്ടെങ്കിൽ അവിടെ ഞാൻ ബുക്ക് ചെയ്യും. നമുക്കത് പറയാൻ പറ്റില്ല, മാർക്കറ്റ് ഇത് എടുക്കണം എന്ന് നമുക്ക് വാശി പിടിച്ചിരിക്കാൻ പറ്റില്ല. ഇൻ കേസ് ഇവിടെ വരെ വന്നിട്ട് വേണമെങ്കിൽ മാർക്കറ്റ് റിവേഴ്സ് ആകാം, അല്ലെങ്കിൽ തിരിയാം. അപ്പം നമുക്ക് കിട്ടാനുള്ള റിവാർഡ് നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് പോകും. ഒരിക്കലും നമ്മൾ പിന്നീട് അടുത്ത, അല്ലെങ്കിൽ മാർക്കറ്റ് പോകുന്നതിൻ്റെ കൂട്ടത്തിൽ പിന്നെയും നമ്മൾ അത് റൈഡ് ചെയ്യാതിരിക്കുക. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പം ഇവിടുന്ന് ട്രേഡ് എടുത്തു. നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സാക്ട്ലി നല്ല രീതിയിൽ അത് മൂവ് ചെയ്ത് TP അടിച്ചായിരുന്നു. കറക്റ്റായിട്ട് 1:3 എനിക്ക് കിട്ടി. ഞാനിവിടെ എൻ്റെ ട്രേഡ് എക്സിറ്റ് ചെയ്തിരുന്നു. ഇതെല്ലാം ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇതിൻ്റെ വീക്ക്ലി ടൈം ഫ്രെയിം, ഈ ഒരു അനാലിസിസ്, അതായത് ഈ ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് രാവിലെ തന്നെ നമ്മുടെ ആ ഒരു വീക്ക്ലി അനാലിസിസിൽ ഞാനിത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നല്ലോ, കറക്റ്റ് ആ രീതിയിൽ തന്നെയാണ് മാർക്കറ്റ് മൂവ് ചെയ്തത്. നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, നമ്മുടെ കറക്റ്റ് ആ ഒരു ലിക്വിഡിറ്റി എടുത്ത് താഴെ തന്നെ വന്നു മാർക്കറ്റ്, കണ്ടോ, കറക്റ്റായിട്ട് അത് TP അടിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു കാര്യം എപ്പോഴും ഓർക്കുക, നമ്മൾ ഹയർ ടൈം ഫ്രെയിം അനാലിസിസും കാര്യങ്ങളും നടത്തി ആ ഒരു ബയാസിനോട് ചേർന്നിരിക്കണം നമ്മുടെ എപ്പോഴുമുള്ള എൻട്രിയും കാര്യങ്ങളും. ഇനി അവിടെ എൻട്രി ഇല്ല, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, മുമ്പേ പറഞ്ഞ ഈ ഒരു സിനാരിയോ ഇവിടെ നടന്നില്ലായിരുന്നു, ഈ ഒരു ക്യാൻഡിൽ പർജ് ചെയ്യാതെ ഇവിടെ നിന്നാണ് പോയിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഈ ഒരു എൻട്രി ഇവിടെ പ്ലേസ് ചെയ്യില്ലായിരുന്നു. എൻ്റെ മനസ്സിൽ വ്യക്തമായൊരു ധാരണ ഉണ്ടായിരുന്നു, ഈ ഒരു പർജ് ഇവിടെ നടന്നെങ്കിൽ മാത്രം ഞാൻ ട്രേഡ് എടുക്കൂ, അത് SL ആണെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മളത് വിട്ടേക്കും, അത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത ദിവസം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസമായാലും ട്രേഡ് കിട്ടും. അപ്പോൾ ഇതായിരുന്നു ഇന്നലത്തെ എൻട്രി. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ചെയ്യാൻ ചോദിക്കാം, കമൻ്റായിട്ട് രേഖപ്പെടുത്തുക, അതിൻ്റെ റിപ്ലൈ മാക്സിമം തരുന്നതായിരിക്കും. അപ്പം ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം. ഓക്കെ, താങ്ക് യു.